എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ 2 ഓറഞ്ചാണ് ഞാനിവിടെ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അത് പിഴിഞ്ഞതിന് ശേഷം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെക്കാനാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട് ഏതെല്ലാമെന്ന് നോക്കാം. നമ്മൾ ചെറിയ എടുത്തിട്ടുണ്ട്, 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, കുരുവില്ലാത്ത കറുപ്പ് മുന്തിരിയും സാധാരണ പച്ച മുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്, ചെറുതായി നുറുക്കിയതാണിത്. ഇതെല്ലാം കൂടി നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ കുതിർത്ത് വെക്കാം. ഇതിനിപ്പോൾ 1 മണിക്കൂറോളം ഇത് കുതിർന്ന് വരട്ടെ. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കാരമൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മെല്ലെ മെല്ലെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. പാന് നമ്മൾ അടുപ്പിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇനി ഇപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ഗ്രാമ്പു പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ സെറ്റാക്കി എടുക്കണം. ഒന്ന് കുറുകി വരട്ടെ. ഈ ഒരു പാകമാവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് കുറുകി വന്നോളും. ആ സമയം നമുക്ക് കേക്കിൻ്റെ ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിയിലും സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ നമ്മൾ ടിന്നെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിൽ നമ്മൾ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 2 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടും. 2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് മാറ്റി വെക്കാം. ഇനി ഒരു ജാറിലേക്ക് 3 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ള മൈദേൻ്റെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സാക്കി എടുക്കാം.
ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പും ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ബിരിയാണി പോട്ടിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം അത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം, നല്ലതുപോലെ ചൂടാക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെക്കണം. ഇനി ഇതിപ്പോൾ ബേക്കായി വരട്ടെ. ഇപ്പം ഇതാ 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് കുത്തി നോക്കാം. ഇതാ നമ്മളൊരു പപ്പടം കുത്തിയുണ്ടാന്ന് കുത്തി നോക്കുന്നത്. അപ്പം ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നമുക്ക് എടുക്കാം. നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി. അപ്പം ഇതെടുത്ത് പുറത്ത് വെക്കാം. അപ്പം ഇതാ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തണുത്ത് വരണം. അതിനുശേഷം നമുക്ക് എടുക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഒരു 3 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതാദ്യം പറയാൻ വിട്ടുപോയതാണ്. കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ബട്ടർ പേപ്പറെല്ലാം തട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കേക്കെല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ.